വീൽചെയർ ഒരു വീഴ്ചയല്ല, ഉയർച്ചയിലേക്ക് തിരിയുന്ന ചക്രമാണ്. മനസ്സിപ്പോഴും അതിവേഗം ചലിക്കുന്ന വീൽചെയറിന് പിറകെയാണ്. കണ്ണിലിപ്പോഴും ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് കുതിക്കുന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു സംഘം ചെറുപ്പക്കാരാണ്. അതെ, ഇന്ന് 2025 ഒക്ടോബർ 23 കാർമൽ കെയർ പദ്ധതിയുടെ വൈവിധ്യപൂർണമായ നിരവധി പ്രവർത്തനങ്ങളിൽ തികച്ചും വേറിട്ടൊരു പ്രവർത്തനത്തിന് ഞങ്ങൾ സാക്ഷികളായി. സൗഹൃദ വീൽചെയർ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ്. കളിക്കാരുടെ ടീം ഒറ്റയ്ക്കും കൂട്ടായും സ്കൂളിലെത്തുമ്പോൾ ഞാൻ പരീക്ഷാ ഹാളിലായിരുന്നു. പരസഹായത്തോടെ കടന്നു വന്ന ആ ചെറുപ്പക്കാരെ പരീക്ഷാ ഹാളിൽ നിന്ന് ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് തുറക്കുന്ന ജാലകചതുരത്തിലൂടെ ഞാൻ കൗതുകത്തോടെ നോക്കി. ഞാൻ അവരുടെ പരിമിതികളെക്കുറിച്ച് വേവലാതിപ്പെട്ടു. കോർട്ടിലൂടെ അവരിൽ പലരും വീൽചെയർ ഉരുട്ടി പന്ത് കൈകാര്യം ചെയ്യുന്നത് എനിക്ക് അത്ഭുതമായി. അതിനിടയിൽ സജിയേട്ടൻ എന്നെ ഫാദർ വിളിക്കുന്നു എന്ന വിവരവുമായി വന്നു. പരീക്ഷ ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ച് ഞാൻ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക്. എനിക്കാണ് അനൗൺസ്മെൻറ്റ് ഡ്യൂട്ടി. നാഷണൽ പ്ലെയർ സ്റ്റെഫി നിക്സൺ ആണ് വിശിഷ്ടാതിഥി. തൃശൂർ ദർശന സർവീസ് സൊസൈറ്റിക്കു കീഴിൽ പരിശീലിക്കുന്ന ദർശന ക്ലബിലെ ഇരു ടീമുകളാണ് കോർട്ടിൽ. ഔപചാരിക ഉദ്ഘാടനത്തിന് ശേഷം പന്തിനു പിറകെ അവർ വീൽചെയർ ഉരുട്ടിയ നിമിഷം നിലയ്ക്കാതെ മുഴങ്ങിയ ഞങ്ങളുടെ കുട്ടികളുടെ കരഘോഷമാണ് എന്നെ ഈ കുറിപ്പെഴുതാൻ പ്രേരിപ്പിച്ചത്. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം നാം നിരന്തരം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു വെച്ചത് ജെൻഡർ ഇക്വാലിറ്റിയുടെയും ഭിന്നശേഷി സൗഹൃദങ്ങളുടെയും പാഠങ്ങളോടൊപ്പം പരിമിതികളെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് വീൽചെയർ ഉരുട്ടിയ ഒരു സംഘം ചെറുപ്പക്കാരുടെ വിജയഗാഥ പുതിയ തലമുറയ്ക്ക് ഉദാഹരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ടാണ്. എങ്ങനെ മറക്കാനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതം കൊണ്ടവർ പകർന്നു കൊടുത്ത പാഠം? ഏത് പാഠപുസ്തകത്തിലാണ് ഇത്തരം പ്രാക്ടിക്കൽ പഠനം സാധിക്കുക? മണിക്കൂറുകളോളം ആ ചെറുപ്പക്കാർ ബോളിനൊപ്പം വീൽചെയർ ഉരുട്ടി. അവരിൽ ആണും പെണ്ണുമുണ്ടായിരുന്നു. അരയ്ക്കു താഴെ തളർന്നവരും ചലനസ്വാതന്ത്ര്യം പരിമിതപ്പെട്ടവരുമായ ഒരു കൂട്ടം മനുഷ്യരുടെ അതിജീവനമായിരുന്നു ആ കായിക വിനോദം. പക്ഷേ അത് അവർ ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയതല്ല. പലതവണ ആ മനുഷ്യർ വീണുപോയിട്ടുണ്ടാകും. പലവരു ജീവിതം അവരെ തളർത്തിയിട്ടുണ്ടാകും. അവർക്കേറെ നൊന്തിട്ടുണ്ടാകും. ഇനി എന്ത് എന്നറിയാതെ അവർ ഇരുട്ടിൽ മരണം സ്വപ്നം കണ്ടിട്ടുണ്ടാവണം. അവിടെ നിന്ന് നമ്മൾ ഇന്ന് കണ്ട വിജയപഥത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ മനുഷ്യനുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വിജയമാണ്. ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ. ഭൂമിയോളം താഴ്മയും ആകാശത്തോളം അലിവുമുള്ള മാലാഖയെപ്പോലൊരു പുരോഹിതൻ. എന്താണ് സഹജീവി സ്നേഹം എന്നതിൻ്റെ സഞ്ചരിക്കുന്ന പാഠപുസ്തകം. അവരുടെ ജേഴ്സിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ദർശന ഫ്ലെയിം. അതെ, മാറ്റി എഴുതേണ്ട കാഴ്ചപ്പാടിലേക്ക്, ദർശനങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന ജ്വാല. ഇത്തരം പാഠങ്ങൾ ഇനിയും ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. കാരണം പ്രിയ കളിപ്പാട്ടം നഷ്ടപ്പെടുമ്പോൾ പോലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയ തലമുറ മനസ്സിലാക്കട്ടെ, മരണത്തോളം എത്തിയേക്കാവുന്ന ജീവിത നിരാശകളിൽ നിന്ന് കേവല മനുഷ്യർക്ക് എങ്ങനെയെല്ലാം തിരിച്ചു നടക്കാമെന്ന്. എങ്ങനെ വീണുപോയ സഹജീവികൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമാവാമെന്ന്. ആണെന്നും പെണ്ണെന്നും വേർതിരിവില്ലാതെ എങ്ങനെ ജീവിതം തരാൻ മടിച്ച സന്തോഷങ്ങളിലേക്ക് കൈപിടിച്ചു നടക്കാമെന്ന്. ജീവനുള്ള പാഠപുസ്തകങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തന്ന ഫാദർ പോളിനും മാനേജ്മെൻറ്റിനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും നന്ദി. ദർശന ക്ലബ് അംഗങ്ങൾക്കും ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിലിനും വാക്കുകൾക്കതീതമായ നന്ദി. ഇനിയും ജീവിതത്തിൻ്റെ പരിധിയില്ലാത്ത സന്തോഷങ്ങളിലേക്ക് ആ വീൽചെയറുകൾ ഉരുണ്ട് നീങ്ങട്ടെ. നിങ്ങളുടെ വീൽചെയറുകൾ പരിമിതികളുടെയോ തളർച്ചകളുടെയോ അല്ല. അത് അതിവേഗം നിങ്ങളെ പ്രത്യാശയുടെ പുതിയ തീരങ്ങളിലേക്ക് നയിക്കട്ടെ. ഒന്നും എവിടെയും അവസാനിക്കുന്നില്ല. പുതിയ തുടക്കങ്ങൾ, പുതിയ വിജയങ്ങൾ. നാളെയുടെ ലോകം നിങ്ങളെ പാഠപുസ്തകമാക്കട്ടെ. വീൽചെയർ ഒരു വീഴ്ചയല്ല, ഉയർച്ചയിലേക്ക് തിരിയുന്ന ഒരു ചക്രമാണ്. ഇനി തളർച്ചകളില്ല, തളിർപ്പുകൾ മാത്രം. പ്രാർത്ഥനകളോടെ സ്നേഹപൂർവ്വം സരിത കെ, ഡിപ്പാർട്ട്മെൻറ്റ് കാർമൽ സ്കൂൾ.